മൈ ഗായ്സ്, ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരിക്കുകയാണ് ഗൈസ്. സമയം ഇപ്പോൾ 7 എത്രയാവാൻ പോകും. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോഴത്തേക്കും ഞാൻ പോയി കുളിക്കാൻ പോണു ഗൈസ്. വാപ്പയും മോനൂസും പള്ളിയിൽ പോയി, ഉമ്മ ഇവിടെ പാത്രം കഴിക്കിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കും കുളിച്ചിട്ടുള്ള ഈദിൻ്റെ ലുക്കും എല്ലാവരുടെയും ലുക്കൊക്കെ കാണിച്ചു തരാം. വാപ്പി അപ്പോഴത്തേക്ക് വരുമായിരിക്കും. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കുളിച്ചിട്ട് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ആരെയും മഞ്ഞുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഇവിടെ റെഡിയായി. ഉമ്മി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നു. അടുക്കളയിൽ എന്തൊക്കെയോ ജോലി തന്നെ. വാപ്പയും മോനൂസും വന്നിട്ടില്ല ഗൈസ്. ദിസ് ഈസ് മൈ ബ്യൂട്ടി പ്രൊഡക്ട്സ്. ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ് വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ തന്നെ വരും. ഐ മീൻ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എത്തുണ്ടായിരിക്കും ചിലപ്പോൾ, എഡിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ. സ്മൈൽ ആണോ ഏത് അടിച്ചിരിക്കണ്ട. അതൊക്കെ നമുക്ക് കാണാം. അടുത്തൊരു എന്താണ്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ വാപ്പയും മോനൂസൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നേരെ ചിന്നാടെ വീട്ടിലേക്ക് പോവാണ്. അല്ല, ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ ചിന്നാടെ വീട്ടിൽ പോകും എന്നാണ് പ്ലാൻ. ഇപ്പോഴത്തെ അറിയില്ല, എല്ലാവർക്കും ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് അറിയില്ല ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ വീട്ടില് ഈ കാറില് ആരൊക്കെ ഉണ്ടെന്ന് കാണാം. മോനൂസാണ്. ഇതാണ് മോനൂസിന്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും. നോക്കൂ, മുമ്പിൽ ഉള്ളത് ഉമ്മിയാണ് ഗൈസ്. വാപ്പി എടുത്ത ഷർട്ടാണ്. ഞങ്ങൾ ആരും എടുത്ത സാധനം കാണിച്ചിട്ടില്ലല്ലോ. ഇത് ഞങ്ങൾ ഔട്ട്ഫിറ്റ് ചെക്ക് എടുക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഇനി അവിടെ ഉമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് കാണാം. പറയൂ അസ്സലാമലൈക്കും. ചിന്നാടെ എടുത്താറായി ഗൈസ്. ചിന്നാടെ എടുത്താറായി. അത് ആ പാട്ട് കേൾക്കണം ഗൈസ്. ചിന്നാടെ എടുത്തി തിരിച്ചറിയോ? ചിന്നാടെ എടുത്താറായി. ചിന്നാടെ എത്തി ഗൈസ്. ഡോറ് തുറക്കണേ മുമ്പ് കുറച്ച് ചെടിയൊക്കെ ഇടുക്കിയിലേക്ക് വെക്കുക. അതെ അതെ, അതാണ് ഞങ്ങളുടെ തീരുമാനം ഗൈസ്. ഗൈസ് ചിന്ന ഉടുപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് മാമന് സ്വർഗം പൊന്നാവ. ഞങ്ങൾ അങ്ങനെ ചിന്ന വീട്ടിലെത്തി. മിച്ചറ് ഹായ് അടിച്ചു. പൊന്നാവര് ഹായ് അടിച്ചു. ഗൈസ്, ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അല്ലേ മിച്ചു? ആ, മിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുവാണ്. ആണോ? ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തയ്യാറാക്കി വെച്ച വിഭവങ്ങളാണ്. ചിന്നുണ്ടാക്കിയതാണോ നമുക്ക് ചോദിക്കാം. ആണോ, ചിന്നുണ്ടാക്കിയതാണോ? മാമായും ചിന്നായും കൂടി ഉണ്ടാക്കി. അതെ. ഗൈസ്, ഞങ്ങളിപ്പോൾ ചിന്നാടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. മോഹൻ കാർത്തികൻ ടാൻ അടിച്ചിട്ടാണ് ഗൈസ്. അപ്പോഴത്തേക്കും ചിന്നാടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് അടുത്തുള്ള ഏതോ സ്ഥലമാണ്, കാണാൻ പോവാന്ന് പറഞ്ഞ് പോവാണ്. മുഖം നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്, ശരിയാക്കി എടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. നമ്മൾ സ്റ്റുഡിയോ പോകണം, എനിക്ക് ഡ്രസ്സ് മേടിക്കണം. അപ്പോഴത്തേക്കും അത് മേടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകും. ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുന്നു. ഈ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ കാണിച്ചില്ല ഗൈസ്. ഉമ്മി, ചിന്ന, പൊന്നാവ, മമ്മി. മുമ്പിലാണ് ഈ ഹൈറ്റ്. മോനൂസ്, വാപ്പി, മാമൻ, മിച്ചർ. ഞങ്ങൾ ഇത്ര 5-10 പേര് ഒരു വണ്ടിയിൽ പോവാണ്. ഈ 5-10 പേര് പോകുന്നത് ഇന്നോവയിലല്ല ഗൈസ്,
ഒരു സാധാ വണ്ടിയായ സെലീരിയനാണ്. ഇതൊക്കെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ? റൊണാൾഡോയ്ക്ക് നമ്മുടെ ഈ കുടുംബം ഇനി ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ഇരുത്തുന്നതാണ്. അല്ലേ ഈ കുടുംബം ഈ വണ്ടി കയറൂലേ? ടൂർ പ്ലാൻ ചെയ്ത നമുക്ക് ഷാനാത്താൻ ഞങ്ങൾ കൊണ്ടുപോയാണ്. ഷാനാത്താൻ ഞങ്ങൾ കിടത്തും. ഇവിടെ കിടക്കണത് ഞങ്ങൾ ഷാനത്താനെ ഇവിടെ കിടത്തും. അച്ചുക്കളുടെ മുമ്പിൽ കൊടുത്തും കിടത്തിയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. അതാണ് ഹൈലൈറ്റ്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഈ വണ്ടി ഓടിക്കുന്നവര് ആരാ? അതാ അങ്ങോട്ട് നോക്കൂ. ഞാൻ പറയാം, എന്റെ വാപ്പിയും ഉമ്മയുടെ ഹസ്ബൻഡും എന്റെ കൂളിംഗ് ഗ്ലാസ് മാമന്റെ അടിയൻ അപ്പൻ പിന്നെ മാമന്റെ അളിയനാണ്. മാമൻ ഞാൻ പറയാം, അത് ഒറ്റവാക്കി പറയണം. എല്ലാരും പറഞ്ഞിട്ട് എല്ലാരും ഓർത്ത് ചൊട്ടാം. എന്റെ വാപ്പിയും എന്റെ കെട്ടേനും എന്റെ ആങ്ങളയും എന്റെ മോനും. ഇനി മാമൻ എന്റെ ഇനി മിച്ചൊരു ചിന്ന പക്ഷേ പൊന്നാറ. അതെ 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 ഇവരൊക്കെ കൂടിയാണ് കൂളിംഗ് ഗ്ലാസ് ഇവരൊക്കെ കൂടിയാണ്. അതെ, ഇതൊക്കെ ഉള്ളതാണ്. ഇനി ഗൈസ്, ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോൾ പറയുന്നതായിരിക്കും. നേരെ നമ്മള് സനുമോൾക്ക് സ്റ്റുഡിയോ പോണ ഗൈസ്. സനുമോളുടെ സ്വന്തം തറവാട്. എനിക്ക് കുറെ തറവാടുകളുണ്ട്. അതിലൊരു തറവാടാണ് ഇപ്പോൾ സ്റ്റുഡിയോ. പിന്നെ DXB തറവാടുള്ളത് നമ്മള് കേട്ടോ. അപ്പത്തേക്കും അമ്മ വീട്, അച്ഛൻ വീടും അമ്മ വീടും സെറ്റ് ചെയ്താൽ മതി അല്ലേ? ഇവിടുത്തെ സ്റ്റുഡിയോ ഉണ്ട് ഗൈസ്. ഈ സ്റ്റുഡിയോ പണിഞ്ഞ ആരാന്നറിയോ ഗൈസ്? മാമൻ. തറക്കല്ലിട്ടതാ. ഈ കമ്പികൾ, ഗ്ലാസുകൾ, ഈ കാണുന്ന ഗ്ലാസുകളൊക്കെ പണിഞ്ഞത് ആരാണ്? ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന മാമൻ ഗൈസ്. സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ വേറെ ഡ്രസ് മേടിച്ചു ഗൈസ്. ഞങ്ങളിപ്പോൾ ഭൂതത്താങ്കട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡാമിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടേലും പോകണമെന്ന് പറഞ്ഞില്ലേ, അതപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചിട്ട് ഗൈസ്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഉമ്മി എല്ലാവരും നോക്കി ഇങ്ങോട്ട്. നല്ല കാറ്റുണ്ട്. ബനിയും പറഞ്ഞു എന്നറിയില്ല. ഇവിടുന്ന് വൈബ് അടിക്കാൻ പോണ ഗൈസ് ഞങ്ങളിനി. അല്ലേ, പറയൂ, നമ്മൾ വൈബ് അടിക്കാൻ പോലെ. അതെ, ഇത് കഴിഞ്ഞിട്ട് എന്നെ ചെയ്യുന്നറിയില്ല. അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചില സ്പെൻഡ് ചെയ്യുവാണ് ഗൈസ്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിയില്ല. അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും ഗൈസ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിക്കാണ് ഗൈസ്. ഇനി നമുക്ക് വീട്ടിൽ പോയിന്നാ. ഗൈസ് എല്ലാവരും ഇറങ്ങണ്ട. ഹായ് കാണിക്കൂ. ഹായ്. ചിന്ന സാലിഹത്തായി. അപ്പൊ ഗൈസ് നമുക്കിനി സൺസെറ്റ് ഗൈസ് വീട്ടിൽ പോകണം. ചായ കുടിക്കാനുള്ള ദൃശ്യങ്ങൾ കാണാം. അതിനിടയ്ക്ക് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു സാധനം മേടിച്ചു ഗൈസ്. സ്റ്റുഡിയോയിൽ നിന്ന് കമ്മൽ മേടിച്ചു ഗൈസ്, സ്റ്റാറിൻ്റെ. അതെ, മമ്മി വ്ളോഗിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ചായ കുടിക്കാൻ വന്നിരിക്കല്ലേ നമ്മൾ? അതെ, ചായ കുടിക്കാൻ വന്നിട്ടാണ്. സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചു ഗൈസ്. നമുക്ക് ചായ കുടിക്കാനുള്ളത്. ഞങ്ങളിപ്പോൾ ദുനിയാവെന്ന് പറഞ്ഞ കടയിലേക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഈ കടയിലേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും, ചായ കുടിക്കാൻ. കാരണം ഇപ്പോൾ അതെ ഗൈസ്, ദുനിയാവിൽ പെരുന്നാൾ തീരാനും പോകുന്നു.